ഹലോ ഗായ്സ്, അപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ നേരം ഞാൻ ഓഫ് ക്യാമറ എഴുതിയിലായിരുന്നു. നല്ലോണം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഒരു മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിച്ചു, ഒരു ജിയോഡ് കണ്ടുപിടിച്ചു, പിന്നെ സൾഫർ കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ഡീപ് സ്ലേറ്റ് മൈനിങ് ഞാൻ ഒരു ടഫ് വെയിൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ടഫൊക്കെ കുറേ മൈൻ ചെയ്തു. ഞാൻ എന്നിട്ട് കോബിൾസ്റ്റോൺ മൈൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അയൺ മൈൻ ചെയ്യുന്ന ലെവലിലാണ് പോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 47 അയൺ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ, ഞാൻ ഫുൾ സെറ്റ് അയൺ ആർമറായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ചെറുതായിട്ടൊരു മൗണ്ടൈൻ പോലെ അങ്ങനെ ഹില്ലുണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ അവിടെ വരെ കണക്ട് ചെയ്യാനാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനാണ് പ്ലാന്. അപ്പം എന്താണെന്ന് നോക്കാം. സൾഫർ ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ വളരുമെന്നാണ് ഞാൻ കേട്ടത്. ടെസ്റ്റ് ചെയ്യണം, എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വേൾഡ് ഉണ്ടായിരുന്നു, ആ വേൾഡിൽ നോക്കിയപ്പോഴും അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ വെച്ച് പോട്ടെ. ഇത് ഇങ്ങനെ രണ്ട് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 2 ബ്ലോക്ക് 2 ബ്ലോക്ക് അങ്ങനെ വെച്ച് പോകാനാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇവിടുന്ന് 3 ബ്ലോക്ക്, പിന്നെ ഇവിടുന്ന് 2 ബ്ലോക്ക്. ഇടയ്ക്ക് ഇങ്ങനെ ഹില്ലൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇത് കളയണം. ഇതിപ്പോൾ ഗെയിമിൻ്റെ നല്ല കുറവാണ് വെച്ച് പോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇവിടെ ഡേസ് പ്ലേഡ് കാണാൻ പറ്റും. ഡേ 20 ആയി. ഞാൻ അത്രയ്ക്ക് ദിവസം ഇരുന്ന് കളിച്ച് നല്ല നേരം ഞാൻ റൈഡ് ചെയ്ത് കുറേ ടഫ് ഞാൻ അവിടെ നിന്ന് മൈൻ ചെയ്തു. ഇനിയും അവിടെ കുറേ മൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് തീരുവാണെങ്കിൽ ഞാൻ ചെന്ന് എടുക്കാം. എനിക്ക് ഇങ്ങനെയായിട്ട് കുറേ ഡീപ് സ്ലേറ്റ് കളക്ട് ചെയ്യാനുണ്ട്. ഡീപ് സ്ലേറ്റ് അങ്ങനെ അധികം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡീപ് സ്ലേറ്റ് തരുള്ളൂന്നാണ്. കാരണം ഡീപ് സ്ലേറ്റ് അധികം വയ്ക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോക്കാം. എനിക്കുണ്ടെങ്കിൽ ഞാൻ താഴെ കുറേ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ ഇത് ഷവലൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ. സോറി, മിസ്റ്റേക്ക്. നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കിയിട്ടാണ് സ്റ്റിക്ക് ഉണ്ടാക്കാൻ ഞാൻ കാര്യം പറഞ്ഞത്. ഈ കുറച്ച് ഷവലുണ്ടാക്കാം. 2 ചെയ്തോട്ടെ. ഇത് ഈ ഷവൽ വെച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ മണ്ടയിൽ ഈ ഗ്രാസൊക്കെ വേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഇങ്ങനെ ഒന്ന് മൈൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ആക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഞാൻ അവിടെ ഓഫ് ക്യാമറ കഴിഞ്ഞിട്ട് വേറൊരു ട്രേഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇത് ഞാനൊരു ബോസ് ബ്ലോക്ക് വാങ്ങി. അതിന് ഡ്രിഫ്റ്റോൺ ഉണ്ട്. ഡ്രിഫ്റ്റോ വാങ്ങണോ? ഡ്രിഫ്റ്റോ വാങ്ങിയേക്കാം. എൻ്റെ എന്താ ഒരു എമറാൾഡും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയേക്കാം. ഡ്രിപ്സ്റ്റോൺ അല്ല, ഞാൻ അവിടെ സൾഫർ കേവിൽ ഒരു ലാവ ഉണ്ടായിരുന്നു. ലാവ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോൾഡ്രിനും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എമറാൾഡ് കണ്ട എൻ്റെ കയ്യിൽ ഒരു വട്ടം കൂടെ ഉള്ളു. ഇതിൻ്റെ ഉള്ളിൽ 2 പേൽ ബോസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മേളിൽ പേൽ ബോസ് വയ്ക്കാം. ഇതിനൊന്നും കുഴപ്പമില്ല. ഞാൻ വാട്ടർ അവിടെ എത്തി. ലീഡ് ഫാമാണിത്. അപ്പോൾ ഇതിനടുത്ത് ഏറ്റവും ആദ്യം ഇവിടെ വെച്ചത് ട്രേഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ ഷേഡ് കൊണ്ട് സ്നീക്ക് ചെയ്തിട്ട് ലെതറും കിട്ടും, ലീഡും കിട്ടും. ആ ലീഡ് തന്നില്ലേ? ഇൻവെൻട്രി കയറിയോ? അല്ല, ഇൻവെൻട്രി കയറിയില്ല. എന്താ ഇനി വേണേ കയറണം. ചില സമയം സ്കാമറാണ്. സോറി. ഇതിൻ്റെ പുറകെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഹില്ലിൻ്റെ
അടിഭാഗം ഫുള്ള് ലൈറ്റ് ചെയ്തൊരു റൂം പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് റൂം ആക്കാനാണ് പ്ലാന്. നല്ലൊരു സ്റ്റോറേജ് റൂം. ഇവിടെ കുറേ ട്രീസ് വളരുന്നുണ്ട്. ഇപ്പം തന്നെ 4 വളർന്നു. എന്താണെന്ന് അറിയത്തില്ല. ഇത് വളരുന്നില്ല. ഇത് കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ നട്ട് വെച്ച ഫ്രൂട്ട്സ് ട്രീ ആണ്. അത് ഇനിയായിട്ട് വളർന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല. നോക്കാം. എനിക്ക് അടുത്ത എപ്പിസോഡ് വരെ നോക്കും. എന്നിട്ട് അടുത്ത എപ്പിസോഡ് അവിടുന്ന് പൊട്ടിച്ച് മാറ്റാം. വളർന്നില്ല. ഞാനത് അവിടെ ഇങ്ങനെ പൊട്ടിച്ച് ചെയ്ത് അവിടെ വരെ വയ്ക്കാം. ഇവിടെ തന്നെ ഇങ്ങനെ കുറേ പൊട്ടിച്ച് മാറ്റണം. ഇത് ഇവിടുന്ന് കുറേ പൊട്ടിച്ച് മാറ്റണം. അങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് പിന്നെ വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കുറേ ഡേറ്റ് എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ട് നല്ലൊരു വൃത്തിക്ക് ഷവല് പൊട്ടി നല്ലൊരു വൃത്തിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി ഒരു ഹാൻഡ് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി റെയിൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഹില്ലുണ്ടാക്കി കഴിയുമ്പോൾ അടിയിൽ കുറേ സ്പേസ് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ റൂം പോലെ ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ ഈ ചെസ് റൂം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെസ് റൂം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള ഡേറ്റെല്ലാം പൊട്ടിച്ച് വച്ചിട്ട് വെക്കാതാണ് ഞാൻ ചിന്തിച്ചേക്കുന്നത്. അങ്ങനെ നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് വെച്ച് പോകട്ടെ. നമ്മളത് 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇവിടുന്ന് 3 ബ്ലോക്ക്. അത്യാവശ്യം നല്ല സിമ്പിളാണ്. അത്ര വലിയ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ മാറ്റി ചുമ്മാ വെച്ചാൽ മതി. എന്തെങ്കിലും ഇങ്ങനെ ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. കുഴപ്പമില്ല. ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത്രയ്ക്ക് നല്ലോണം ഞാൻ ഇനിയായിട്ട് ഒരു ഹില്ലുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. ഞാൻ ആകെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളി തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉണ്ടാക്കി തീരുമ്പോൾ നല്ല രസമുണ്ടാകുന്നതാണ് തോന്നുന്നത്. ഞാൻ ഇതുകൊണ്ട് ഹില്ലുണ്ടാക്കുന്ന 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചിലവരുടെ ഹാർഡ് കോർ സീരീസിലൊക്കെ. അപ്പോൾ അവർ അതിൽ അക്കേഷ്യ ബ്ലോക്കൊക്കെ വെക്കുന്നുണ്ട് ഈ ടഫിൻ്റെ ഇടയിൽ. നമുക്ക് അക്കേഷ്യ ഒന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വെക്കുന്നില്ല. ഹാക്കർ ഫുള്ള് തീർന്നല്ലോ. ഞാൻ ഇന്നലെ കുറേ കോപ്പർ പിക്കാക്സ് പൊട്ടിച്ചു. ഇത് 16 കോപ്പർ പിക്കാക്സൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പരിപാടിയിലായിരുന്നു ഞാൻ. നല്ല സമയമെടുത്തു. അങ്ങനെ ഞാൻ കുറേ പൊട്ടിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ പോയി ചെയ്തത്. കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വരെ എത്തി. ഇവിടെ അവിടെ ഇല്ല. ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് സത്യം ഇവിടുത്തെ പൊട്ടിക്കാണ്ട. എന്നിട്ട് ഇത് ഇവിടെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് ഇവിടെ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വൈകിരി കാണിച്ചു തരാം. ഞാനപ്പോൾ ഇവിടെ ഒരു തൽക്കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചൊരു വരികേരിയാണിത്. ഞാൻ ഈ താഴേക്ക് കുളിച്ചു പോയപ്പോൾ തന്നെ കുറേ കോബിൾസ്റ്റോൺ കിട്ടി. എന്നിട്ട് ഞാൻ അത് കോബിൾസ്റ്റോൺ നെയ്യില്ലാന്ന് വിചാരിച്ച് ഞാൻ കുറേ സ്ട്രിപ്പ് വയറൊക്കെ പോയി. ആ സ്ട്രിപ്പ് വയറിന് പോയ സമയത്താണ് ഇവിടുന്നാണ് ഞാൻ സ്ട്രിപ്പ് വയറിന് പോയത്. അപ്പോൾ അത്ര വൃത്തിയാണ്. ഇവിടെ ഇത്രയ്ക്ക് പോയപ്പോൾ തന്നെ ഒരു ജിയോടെ കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടു ജിയോടൊക്കെ ഉണ്ട്. ഞാൻ ആ ജിയോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്താക്കി ഒരു സ്പൈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ എനിക്ക് അയണും കോളൊക്കെ കോപ്പർ കിട്ടിയ സ്ഥലമാണിത്. കുറേ ഗെയിം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പോയ സമയത്ത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സൾഫർ ഗെയിം കണ്ടുപിടിച്ചത്. ഞാൻ എന്തായാലും കണ്ടുപിടിച്ചതിൽ ഒന്ന് ഞാൻ ജിയോട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഇത് വൈ ചെയ്തതാണ്. ഇതൊക്കെ ഓറ് കിട്ടി പോയി ചെയ്തതാണ്. ഇവിടെ നിന്നാണ്
സൾഫർ കേവ് ഉള്ളതാണ്. ഞാൻ അധികം കുഴിച്ചു പോയില്ല, അപ്പോൾ തന്നെ സൾഫർ കേവ് കിട്ടി. ഞാനപ്പോൾ അത്യാവശ്യമൊക്കെ ഞാൻ ലൈറ്റ് ചെയ്തു. എനിക്ക് ലൈറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ എൻ്റെ കയ്യിലുള്ള ടോർച്ച് എല്ലാം അപ്പോഴേക്ക് തീർന്നു പോയി. അതുകൊണ്ട് ലൈറ്റ് ചെയ്യാത്തതാ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങനെ കുളിച്ചു പോയപ്പോൾ ഇവിടെ കേവ് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടുന്ന് അല്ല, ഇവിടുന്ന് കാണേ ഞാൻ കണ്ടു കേവ്. അപ്പോൾ ഞാൻ അവിടെ സൾഫർ കേവ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇതാക്കി, അത് സൾഫർ കേവ് അല്ലേ, നമുക്ക് ഇവിടുന്ന് ഓഫ് ക്യാമറ ഗ്രേഡ് അടുത്ത വീഡിയോ ആവുമ്പോഴേക്കും അത് ഇതാക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇത് അത്യാവശ്യം നല്ല വലിയ സൾഫർ കേവാണ്. താഴോട്ടൊക്കെ ഉണ്ട്. ഞാൻ അത്രയ്ക്ക് ഭാഗമൊക്കെ ലൈറ്റ് ചെയ്തു. എന്ത് രസമാണ് നോക്കിയ സൾഫർ കേവ്. ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്യാനുണ്ട്, താഴേക്കൊക്കെ ഉണ്ട്. അവിടെ സൾഫർ ക്യൂബൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അതൊക്കെ വേണം എടുക്കാം. ഞാൻ അങ്ങോട്ടേക്കൊക്കെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഫുള്ള് കേവാണ്. ഞാൻ ഇവിടുന്ന് കുറച്ച് സൾഫർ ബ്ലോക്കൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കുറച്ച് സെറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചാൽ ഈ മ്യൂസിക് ഞാൻ ഓഫാക്കി. കാരണം ഞാൻ നോക്കിയ സമയത്ത് ഈ വീഡിയോയുടെ സമയത്ത് ഈ മ്യൂസിക് ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഞാൻ കേട്ട് നോക്കി. ഞാൻ ഇന്നലെ ഈ വൈൻഷാഫ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലോ, അത് ഞാൻ എടുത്ത് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മ്യൂസിക്കാണ് ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, മ്യൂസിക് ഓഫാക്കി. ഇങ്ങനെ ആക്സസ് ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയൊരു ബൂസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. കേട്ടോ, അയ്യോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് കുറഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് പോകാൻ പറ്റും. ഇങ്ങനെ ആക്കി പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ നല്ല ദൂരെ പോയിട്ടുണ്ട്. ഞാൻ 100-200 ബ്ലോക്കൊക്കെ ഞാൻ കുഴിച്ച് പോയിട്ടുള്ളത്. കോപ്പർ പിക്കാക്സ് ആയതുകൊണ്ട് സ്റ്റോണും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ വൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയ്ക്ക് അടുത്തായിരുന്നു ഈ ജിയോയുടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിർത്തി. ഞാൻ പിന്നെ വൈൻഷാഫ്റ്റ് കണ്ടുപിടിച്ച സ്ഥലം, വൈൻഷാഫ്റ്റ് ഇവിടുന്ന് അടുത്ത് കണ്ടുപിടിച്ച്. ഇവിടെയാണ് വൈൻഷാഫ്റ്റ് ഉള്ളത്. കേട്ടോ, നമുക്ക് ഈ മറ്റാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഇത് കേവ് അല്ല, ഇത് ഫുള്ളും ഇങ്ങനെ കേവ് പോലെ ഇരിക്കുന്ന ഫുള്ളും ടഫ് ഏരിയായിരുന്നു. ആ ടഫ് ഞാൻ കുറേ വൈ ചെയ്ത. എൻ്റെ പെട്ടിക്കകത്ത് നോക്കുമ്പോൾ കുറേ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ ഇത് ഇങ്ങനെ വൈ ചെയ്ത, ഡീപ് സ്ലൈറ്റ് വൈ ചെയ്തത്. അപ്പോൾ ഭാവിയിൽ ഞാൻ ഇതുപോലത്തെ രീതിയിൽ ഒരു വൈരികേരിയ ഉണ്ടാക്കണമെന്നുണ്ട്, നല്ലൊരു വൈരികേരിയ. ഇപ്പം അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണ്, തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ് ഈ വൈരികേരിയ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയ വൈരികേരിയ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത്. ഞാനിനി നല്ലൊരു രീതിയിൽ 5 ബ്ലോക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല വലിയൊരു വൈരികേരിയ ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, അത് നല്ല സമയം ഉണ്ടാവും കുഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ വെക്കേഷൻ ഒക്കെ ആവുമ്പോഴായിരിക്കും ഞാൻ ചെയ്യുക. കാരണം വെച്ച് ഞാനിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ എല്ലാ സ്ഥലമുള്ള കുറച്ചൊക്കെ ചെയ്തുള്ളൂ, അല്ലാതെ വലിയ രീതിയിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വെക്കേഷനൊക്കെ ആവുമ്പോഴായിരിക്കും ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോഴേ കിട്ടത്തുണ്ടാവുള്ളൂ. ഞാൻ നോക്കാം എന്തായാലും. ഇവിടെ ഞാൻ അവിടെ വരെ ഒന്ന് വെച്ച് നോക്കട്ടെ, തികയോ നോക്കട്ടെ. ഞാൻ അപ്പോൾ അത് ചെയ്തിട്ട് പോവാം. എനിക്ക് സത്യം എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ കാണുന്നത്. ഇത്രയ്ക്ക് വെച്ചപ്പോഴേ നിങ്ങൾ നോക്കി ഇത് നോക്കി ഇങ്ങനെ അവിടെ വരെ വയ്ക്കുമ്പോൾ ആലോചിച്ച് വെക്കും. നല്ല സമയം എടുക്കും ഇത് വയ്ക്കുക. ഇതിന് വേണ്ടത് താഴേക്ക് അറിയുന്ന സമയത്ത് ഞാൻ ചെറിയ വെൽജൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു സ്മൂത്ത് വെൽജ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും ഞാനിപ്പോൾ ചെയ്യാൻ പറ്റുക നോക്കി നോക്കട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ടാണ് വയ്ക്കുന്നത്, അധികം പണിയൊന്നുമില്ല. ഇങ്ങനെ ബ്ലോക്ക് എടുത്തിട്ട് താഴെ കൊടുത്ത് വീട് എടുക്കുന്നത്. ആ വെച്ച സമയത്ത് ചെറുതായി അതുകൊണ്ടാണ് ബ്ലോക്ക് എടുക്കും. എന്നിട്ട് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അവിടെ ഞാൻ പിന്നെ വെള്ളയ്ക്ക് ഇടയ്ക്ക് എന്തോ തെറ്റിച്ചോലുണ്ടല്ലോ. അല്ലല്ല തെറ്റിട്ടിട്ടില്ല.
നോക്കട്ടെ. അതിപ്പോൾ തെറ്റിപ്പോയി. അത് ഞാൻ ചെയ്യൂ, നല്ലോണം ചെയ്യൂ. അല്ലല്ല, തെറ്റിച്ചിട്ടില്ല. ഇല്ല. 4 ബ്ലോക്ക് നോക്കട്ടെ. അത് തെറ്റിയ പോലെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ തെറ്റിച്ചു. അത് വെളിയിലെത്തുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ തെറ്റിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. ഇത് തെറ്റിച്ചാലും കുഴപ്പമില്ല, അത് നല്ല രസമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഇതങ്ങ് പോയി പോവും. അത് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അയ്യോ തെറ്റിപ്പോയി. എത്ര നേരം വെച്ചത് തെറ്റിപ്പോയി. അത് അവക്കത് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഈ കൺഫ്യൂഷനാണ് ഇപ്പോൾ. ഞാൻ ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ നോക്കാതെ ഈ മൈൻക്രാഫ്റ്റിന് സെറ്റിങ്സ് ഉണ്ട്. സോറി, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എടുക്കാൻ പറ്റും നമുക്ക്. അത് നല്ല സെറ്റിങ്സാണ്. എന്താ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കണ്ടോ, എന്നാലും ഇവിടെ ഒരു വ്യത്യാസമായില്ല. നോക്കട്ടെ, ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് അലമ്പാകുന്നുണ്ടോ? അത് അലമ്പാണെങ്കിൽ ഞാൻ ഇത് ഒന്നുകൂടെ പൊട്ടിക്കേണ്ടി വരും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. അലമ്പാവാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ തെറ്റിപ്പോയി. ഇത് ഇപ്പം ഇത്രയ്ക്ക് വെച്ചപ്പോഴേ നിങ്ങൾ നോക്കുക. ഇത് ഭംഗിയാ നോക്കാം. വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വെച്ച് അങ്ങനെയൊക്കെ വേണം. ഓക്കെ, അത് കുഴപ്പമില്ല. ഇങ്ങനെ കൊളസ്ട്രോൾ ഇങ്ങനെ കുറച്ചൊക്കെ വയ്ക്കുക. അങ്ങനെ കുറച്ച് കുമ്പിൾ ഡീപ് സ്ലേറ്റ് ഇട്ട് വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റോർ ഇങ്ങനെ വയ്ക്കുക. കൊളസ്ട്രോൾ അതിൻ്റെ കുറച്ച് കിട്ടി, എന്നാലും കുഴപ്പമില്ല. അതൊക്കെ കേട്ടോ, എന്ത് സ്മൂത്താണ് നമുക്ക്. സോറി, എനിക്ക് എന്താ ഇപ്പോൾ ജലദോഷം മാറിയിട്ടില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കാനുള്ള നിങ്ങൾ ക്ഷമിക്കണം. ഇവിടെ ഇല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ചാക്കല്ല് ഇത് വളരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വളർന്നത് ഞാൻ കൊണ്ടേ വെച്ചല്ല, വളരുന്നതാണത്. വലിയ കുഴപ്പമില്ല. ഇത് എന്നാലും ഇവിടെ കൃത്യമ്പോൾ ചെറുതായിട്ട് തെറ്റുന്നുണ്ട്. അത് സാരമില്ല. എനിക്ക് തൊട്ട് ഏറ്റവും ആദ്യത്തെ പാറ്റേൺ അങ്ങനെയായിരുന്നു. ഞാൻ അതും കൂടെ നോക്കട്ടെ. ഇവിടെ 4 ബ്ലോക്ക് 3 ബ്ലോക്ക് 3 ബ്ലോക്ക് ഈ ഞാൻ അങ്ങനെ വെച്ച് പോവാൻ നോക്കാം. ഇവിടുന്ന് എഴുതിയില് 4 ബ്ലോക്ക് 4 ബ്ലോക്ക് 3 ബ്ലോക്ക് 3 ബ്ലോക്ക് 3 ബ്ലോക്ക് റെഡിയാവുന്നില്ല. അത് വെച്ച് ഹൈറ്റ് കൂടിയത് ഇല്ലല്ലോ. ഏറ്റവും ആദ്യത്തെ ഹൈറ്റ് എന്താണല്ലോ.
അല്ലേ നോക്കട്ടെ. അവിടെ കൂടെ അങ്ങോട്ടേക്ക് ഓടുന്നത് ഡേയ്സോടാണ്. ഇത് അപ്പം തന്നെ വീടാണ്. മേളിൽ 3 ബ്ലോക്ക് അല്ലേ? 3 ബ്ലോക്ക്, താഴെ 4 ബ്ലോക്ക്. അല്ലല്ലോ, ഇത് 3 ബ്ലോക്കാണല്ലോ. അപ്പോൾ ഇത് 5 ബ്ലോക്കാ? അല്ല, 4 ബ്ലോക്ക്. ഓ, ഇത് ഇവിടെ താഴേക്ക് പോകുന്ന ചേച്ചാണ് എനിക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൂടുതലാവുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. അല്ല, ഞാനിപ്പോൾ കൺഫ്യൂഷൻ അടിക്കുകയായിരുന്നു. ഇതൊന്നും ഇങ്ങനെയത് ഞാനെന്നാൽ ഞാൻ സോറി ഗൈസ്, ഞാൻ വെച്ച് നേരത്തെ പോസാക്കി പോയി. ഞാൻ പറയാൻ വന്നത് ഞാൻ ബാക്കി ഓഫ് ക്യാമറ ഞാൻ വെക്കാതാണ്. ഞാൻ റെക്കോർഡിങ് പോസ് ആക്കിയിട്ട് വെക്കാതാണ്. അല്ലെ നിങ്ങൾക്ക് ബോറായിപ്പോൾ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറായതാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതാണ് പറയാൻ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അറിയാതെ നേരത്തെ പോസാക്കി പോയി. അതാണ് കുഴപ്പം പറ്റിയത്. ഈ ശരി, ഞാൻ ഓഫ് ക്യാമറ ഞാൻ ബാക്കി വെച്ചോളാം. ഇതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ അറിയാത്തതാണ്. അപ്പോൾ ഗൈസ്, ഞാനിത് ഇപ്പോൾ ഇത്രയ്ക്ക് വെച്ചപ്പോൾ ഇത് കൊള്ളാം. എൻ്റെ കയ്യിൽ എനിക്ക് കുറേ ഇത് ബാക്കിയുണ്ട്. കോബിൾ സ്റ്റോൺ എനിക്ക് ഇത് ചെസ്റ്റിലുണ്ടെന്നാണോ? ടഫ് കോബിൾ ഡീപ്സിലേക്ക് ഏറ്റവും ഇഷ്ടംപോലെ ഉണ്ട്. 3 സൈഡ് കൂടെ ഉണ്ട്. ഇതിന് ചെസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡിലേക്കല്ല, ഈ അങ്ങോട്ടേക്ക് വെക്കണമെന്നുണ്ട്. ഇത് ഈ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നാണോ? എങ്ങനെയാണെന്ന് എനിക്ക് പ്ലാൻ ചെയ്യണം. ഇത്രയ്ക്ക് എന്തായാലും ഞാൻ ആ സൈഡ് ഫുള്ളും ഞാൻ എന്തായാലും കവർ ചെയ്യാൻ പോവാണ്. ഇത് തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഇത് ഇപ്പോൾ നല്ല സിമ്പിളാണ്. ഇത്രയ്ക്ക് ഞാൻ അത് എപ്പിസോഡിന് തുടക്കത്തിൽ ഞാൻ ആകെ ഇത്രയും കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഇത്രയ്ക്ക് വയ്ക്കാൻ എനിക്ക് അധികം സമയമൊന്നും എടുത്തില്ല. കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ വീഡിയോ തീർക്കുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആവുന്നതാണ് വിശ്വാസം. എനിക്ക് തോന്നുന്നത്. അവിടെ ഞാൻ എനിക്ക് വീഡിയോ തീരുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഇത് നോക്കട്ടെ. ഇവിടെ വരെ വെച്ച് തീർക്കണം. ഇവിടുത്തെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് ഈ ഹില്ലിൻ്റെ ഹൈറ്റാണ് ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെയുള്ള ഹില്ല് എൻ്റെ ഈ ഹില്ലിൻ്റെ കട്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഞാനത് അവിടുന്ന് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്താത്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വരെ ഒന്ന് വെച്ച് തീരട്ടെ. എനിക്ക് നല്ല പാടാനുണ്ട് ഇത് കംപ്ലീറ്റ് ആക്കും. ചാടി നല്ല സമയം നല്ല ഫോൾ ഡാമേജ് ഉണ്ട്. പിന്നെ പോരാത്തതിനാണ് ഈ നൈറ്റ് ആകുന്ന സമയത്ത് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ബെഡ് വരെ പോകാൻ വേണ്ടി ഞാൻ ചാടുന്ന സമയത്ത് നല്ല ഫോൾ ഡാമേജ് കിട്ടുന്നുണ്ട്. ഞാൻ അമൽസിയൊക്കെ ചെയ്യാൻ നോക്കും, പക്ഷേ എന്നാലും വല്ലപ്പോഴും കിട്ടും. അപ്പോൾ ഞാൻ വെച്ച് തീർത്തിട്ട് എനിക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തോളാം. ശരി. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണാൻ റെഡിയാണോ അറിയില്ല. ഞാൻ ഫുള്ള് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് കാണാം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ടക്ക അവിടെ വരെ അറ്റ വരെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണാം. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ. ഇതിപ്പോൾ നേരത്തെ ഒരു റെയിൻ വന്നായിരുന്നു. അപ്പോൾ റെയിന് പോകാൻ വേണ്ടി എനിക്ക് മഴ പെയ്ത സമയത്ത് ബിൽഡ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, റെയിന് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് ഒരു ബാനർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഉണ്ടായത് ഈ ഫ്ലവറൊക്കെ എടുത്ത് എനിക്ക് ഒരു ബാനറാണത്. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാം. ഇതുണ്ട്. ഇത് അറ്റോരുണ്ട്. എനിക്ക് ആ അറ്റത്ത് ചെറിയൊരു ഇങ്ങനെ ഈ വിട്ടിരിക്കുന്ന സംഭവമില്ല, ഇവിടെ ഫ്ലാറ്റായിപ്പോയി. അത് എനിക്ക് റെഡിയാക്കണം. ഫ്ലാറ്റായിരിക്കുന്നത് അതൊന്ന് റെഡിയാക്കണം. എനിക്ക് ഇവിടെ മേളിലേക്ക് ഹില്ല് ഇത്രയ്ക്ക് ഇങ്ങനെ ഇതാക്കാൻ കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും. ഫുള്ള് ഇങ്ങനെ ഈ ഫുള്ള് വൈറ്റ് ചെയ്താളെ നല്ല സമയം എടുക്കും. ഇവിടെ ഇപ്പോഴാട്ടോ ഞാൻ കാണുന്നത്. ഇവിടെ വില്ലേജസ് ഉണ്ടോ? ഇവിടെ ഇക്കത്തൊക്കെ സ്ഥലമുണ്ട് ഈ വില്ലേജിൽ.
ഏതൊക്കെ ഇപ്പോഴാട്ടോ കാണുന്നത് ഈ വില്ലേജിട്ടേക്കാത്ത സ്ഥലമൊക്കെ ഇത് പുറകിൽ തൊറ്റ ഈ കേവ് നോക്ക് വാസ് കേവ് കേട്ടോ അത്. അയ്യേ ഈ ഞാൻ വേഗം ചെന്ന് സ്ലീപ്പ് ചെയ്തിട്ട് ഞാൻ ഈ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ ഹില്ല് ഫുള്ള് വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് കൂടെ ചെയ്തിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടാക്കാനുള്ള ഡിസൈനൊക്കെ നോക്കിയിട്ട് ഈ അറ്റത്തുള്ള പ്ലെയിനായിരിക്കുന്ന സ്ഥലത്ത് ഫുള്ള് ഇങ്ങനെ മാറ്റി ഇതുപോലെ ഇങ്ങനെ പുറകിലേക്കായി നിൽക്കുന്ന കൂട്ട് രീതിയിലാക്കിയിട്ട് ഞാൻ കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് കൂടെ ചെയ്ത് ആ സൈഡിലേക്ക് അങ്ങനെ ചെയ്യണേന്നൊക്കെ നോക്കാം. ഈ ട്രീ ഫുള്ള് കട്ട് ചെയ്ത് കളയണം ഒക്കെ ചെയ്യണം. എനിക്ക് നല്ലൊരു ട്രീ ഫാം മാറ്റി വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വരപ്പിയാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഒരു പുതിയ സ്കിൻ ഉണ്ടാക്കാം. എനിക്കിപ്പോഴത്തെ ഒരു സ്കിൻ ഒരുമാതിരി എന്തോ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു സ്കിൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡേ 21 ഇപ്പോൾ 26. ഞാൻ അത്രയ്ക്ക് നേരം ഇരുന്ന് ഞാൻ നല്ല നേരം എടുത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചാലല്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള റിസോഴ്സ് ഫുള്ള് തീർന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കൊബിൾട്ട് ഡീസ്ലേറ്റ് കുറവുള്ള അപ്പോൾ 3 സ്റ്റാക്ക് 11 ഉള്ളൂ. അതൊക്കെ ടഫ് ബ്ലോക്ക് അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊബിൾ സ്റ്റോൺ ഇച്ചിരി കൂടെ വേണം. അപ്പോൾ ഞാൻ അതൊക്കെ ഈ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അപ്പോൾ അടുത്ത എപ്പിസോഡ് ഓക്കെ ബൈ.